Good morning, students. Today we will discuss about fiber optics. We are familiar with different communication methods. നമുക്കറിയാം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇലക്ട്രിക്കൽ വയേഴ്സ് സച്ച് ആസ് ടെലിഫോൺ കേബിൾസിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. ഇനി എന്തൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സം സിഗ്നൽസ്. അത് നമുക്ക് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ എ ഡിസ്റ്റൻസ്. ഒരു ദൂരത്തിനപ്പുറം നമ്മളത് ഈ സിഗ്നൽസിനെ, ഇവിടെയുള്ള സിഗ്നൽസിനെ അങ്ങോട്ട് എത്തിക്കണം. അത് എന്ത് തരത്തിലുള്ള സിഗ്നലും ആവാം, സൗണ്ട് ആവാം, വീഡിയോ ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, പലതരത്തിലുള്ള മെസ്സേജുകൾ. അപ്പോൾ ആ സിഗ്നലുകൾ നമ്മൾ അപ്പുറത്ത് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു എന്താ പറയുക, പാസ് ദിസ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ അതിനുള്ള നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ എന്താണെങ്കിലും ഏതൊരു തരത്തിലുള്ള ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും ദൂരത്തിനനുസരിച്ച് ആ സിഗ്നലിന് ലോസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വയറിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ടെലിഫോൺ കേബിളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൂടെ കറണ്ടാണ് പാസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അത് ഒരുപാട് ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോസ് വന്നുകൊണ്ട് ഇലക്ട്രിക്കൽ ലോസസ് ഉണ്ടായിരിക്കും. അവസാനം നമ്മുടെ സിഗ്നൽസ് എന്താ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, പുറമെന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് ഇതിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാം. അങ്ങനത്തെ പല ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഓരോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനും എന്തെങ്കിലും അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ യൂസിങ് ലൈറ്റ്. ഓക്കെ, ത്രൂ സം മീഡിയം യൂസിങ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈബർ ഒപ്റ്റിക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫൈബർ ഒപ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വി ഹാവ് ടു സ്റ്റഡി ദ ഫണ്ടമെൻ്റൽ ഫിനോമിന. നമ്മൾ ഈ ഫൈബർ ഒപ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഫിനോമിന ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈവൻ റെയിൻബോൻ്റെ കേസിലാണെങ്കിലും പല കേസിലും നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനതിൽ പല റേസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് റേ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു മീഡിയം ആൻഡ് എ ബൗണ്ടറി സെപ്പറേറ്റിംഗ് ദീസ് ടു മീഡിയം. രണ്ട് മീഡിയം ഉണ്ട് വിത്ത് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് N1 ആൻഡ് N2. അപ്പോൾ ഈ രണ്ട് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്യുന്നൊരു ബൗണ്ടറി ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് ഒരു ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാനിതിലെ ഒരു ഫസ്റ്റ് റേ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് റേ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് ആ രണ്ട് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിലേക്ക് നോർമലായിട്ടാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. നേരെ നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. സ്നെൽസ് ലോ എന്ന് പറയുന്നത് sin I by sin r, ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെയും sin I by sin r ഈക്വൽ ടു N2 by N1. അപ്പോൾ ഇവിടെ ഐയും 0 ആണ്. I 0 ആണെന്നുണ്ടെങ്കിൽ R ഒബ്വിയസ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നും സംഭവിക്കില്ല, അത് നേരെ പോവും. ഇനി രണ്ടാമത്തെ റേ കൺസിഡർ ചെയ്യാം. ഞാൻ കുറച്ച് ചെരിച്ചു കൊടുത്തു. സോ ദാറ്റ് ഈസ് ഐ എം ഇൻക്രീസിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് θ1 എന്നുള്ളൊരു ആംഗിളിൽ ഞാൻ ഇൻസിഡൻറ്റ് ചെയ്തു. ഓക്കെ, സോ സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ the emerging ray will deviate away from the normal.
ഓക്കെ, അതാണ് ഈ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആംഗിൾ ഓഫ് റിഫ്രാക്റ്റഡ് റേ വിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ, അതായത് θ2 θ1 കൂടുതലായിരിക്കും. സോ ബേസിക്കലി അപ്പോൾ ഈ ഒരു കേസിൽ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗറിൻ്റെ കേസിൽ, ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ θ2 ആയിരിക്കും കൂടുതൽ θ1 ഓക്കെ, ഇനി അഗെയിൻ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. മൂന്നാമത്തെ റേ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി വരും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ, അങ്ങനെ കൂട്ടി ഒരു പോയിന്റ് എത്തുമ്പോൾ, ഫോർ എ ക്രിട്ടിക്കൽ ആംഗിൾ θc, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്രാക്റ്റഡ് റേ ജസ്റ്റ് ഗ്രേസസ് ദ ബൗണ്ടറി. ആ ബൗണ്ടറിയുടെ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് റിഫ്രാക്റ്റഡ് റേ പോവുക. സോ ദാറ്റ് മീൻസ് ദ റിഫ്രാക്റ്റഡ് റേ, അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ആ ബൗണ്ടറി തന്നെ ഗ്രേസിങ് ആംഗിളിലാണ് പോകുന്നത് 90 ഡിഗ്രിയിൽ. സോ ബേസിക്കലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ദ സെക്കൻഡ് മീഡിയം. ഇഫ് യു ഫർദർ ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നാലാമത്തെ റേ കൺസിഡർ ചെയ്യുക. ഓക്കെ, സ്റ്റിൽ അപ്പോൾ θc എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ആംഗിളിന് കൂടുതൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സെക്കൻഡ് മീഡിയത്തിലേക്ക് പോവില്ല. ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ ഫസ്റ്റ് മീഡിയം ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ θcക്ക് മേലെ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബവ് എ ക്രിട്ടിക്കൽ ആംഗിൾ θc, ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ടു ദ സെയിം മീഡിയം, ഫസ്റ്റ് മീഡിയം ഇറ്റ് സെൽഫ്. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഈ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ക്രിട്ടിക്കൽ ആംഗിൾ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ദീസ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്കറിയാവുന്നത് സ്നെൽസ് ലോ. സോ സ്നെൽസ് ലോ പ്രകാരം ഐ ക്യാൻ റൈറ്റ് sin θ1 by sin θ2 equal to n2 by n1. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അതിൻ്റെ സൈനുകൾ. sin θ1 by sin θ2 equal to സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് സ്നെൽസ് ലോ. ഓക്കെ, ഇനി സെക്കൻഡ് മീഡിയം എയർ ആണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ n2 പകരം നമുക്ക് 1 എന്ന് കൊടുക്കാം. സോ sin θ1 by sin θ equal to sin θ2 equal to 1 by n1 എന്ന് മാത്രം എഴുതാം. അത് നമ്മൾ തൽക്കാലം നോക്കണ്ട. സെക്കൻഡ് മീഡിയം എയർ ആണെന്ന് നമുക്ക് വേറെ ഏത് മീഡിയം വേണമെങ്കിൽ ആവാം. ഓക്കെ, എനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ആംഗിളിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് sin θc ഡിവൈഡഡ് ബൈ sin 90. sin r എന്ന് പറയുന്നത് ആ ക്രിട്ടിക്കൽ ആംഗിളിന് 90 ഡിഗ്രി ആയിരിക്കും. സോ sin θc ബൈ sin 90 ഈക്വൽ ടു n2 ബൈ n1. sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്, പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് മീൻസ് sin θc ഈക്വൽ ടു n2 ബൈ n1. Okay. So this is the relation between the critical angle and the refractive indices. Okay. ഈ രണ്ട് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. sin θc equal to n2 by n1. Okay. Where n2 is less than n1. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ n2 എയർ ആണെന്നുണ്ടെങ്കിൽ 1 എടുക്കാം,
സെക്കൻഡ് മീഡിയം എയർ ആണെന്നുണ്ടെങ്കിൽ 1 എടുക്കാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, തൽക്കാലം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഇൻ ജനറൽ കേസ് മാത്രം എടുക്കുക. എയർ ആണെന്ന് വിചാരിക്കേണ്ട, ഏത് മീഡിയം വേണമെങ്കിൽ ആവാം. ഓക്കെ, നൗ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ട്രാൻസ്മിഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു സർഫസ് എന്തായാലും വരണം, ഒരു ബൗണ്ടറി വരണം, ദാറ്റ് സെപ്പറേറ്റ്സ് 2 മീഡിയം ഓഫ് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ, ഒരു സിമ്പിൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ പറയും സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അതിലേക്ക് വരാം. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ കൊയാക്ഷിയൽ സ്ട്രക്ചർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു കൊയാക്ഷിയൽ സ്ട്രക്ചർ ആയിരിക്കും. കൊയാക്ഷിയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ, അതിൻ്റെ പുറത്ത് വേറൊരു സിലിണ്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ പറയും കോർ. ആ കോറിലൂടെയാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. പുറത്തുള്ള ആ സിലിണ്ടറിക്കൽ ഔട്ടർ കവറിങ്ങിനെ നമ്മൾ പറയും ക്ലാഡിങ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, കോറുണ്ട്, ക്ലാഡിങ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 2 മെറ്റീരിയൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പോൾ ഏതിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വേണ്ടി വരിക? കോറിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, ക്ലാഡിങ്ങിന് കുറവായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെയും പുറത്ത് വേണമെങ്കിൽ ഒരു സേഫ്റ്റി കവറിങ് വരും, അതിനെ നമ്മൾ ഷീത്ത് എന്ന് വിളിക്കും. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ, നമുക്കൊരു ഈ ഫൈബറിൻ്റെ, ഈ ഒരു കൊയാക്ഷിയൽ ഫൈബറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രോസ് സെക്ഷൻ വന്നിട്ട് സർക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ലൈറ്റ് ഷൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറമെ എയർ ആണെന്ന് വിചാരിക്കുക. എയറിന്ന് ഈ കോർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ, അതിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രോസ് സെക്ഷണൽ ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവും. സോ ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഫൈബറിൻ്റെ ഉള്ളിൽ പോയി, കോറിൻ്റെ ഉള്ളിൽ പോയി. ഈ കോറിൻ്റെ ഉള്ളിൽ തന്നെ അത് ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്യും. ഓക്കെ, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ അവിടുത്തെ ഇൻസിഡൻറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് മീഡിയം കോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, സെക്കൻഡ് മീഡിയം ക്ലാഡിംഗ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മീഡിയത്തിലേക്ക് ആ ഒരു ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് കൂടുതലാണെങ്കിൽ, ദാറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ടു ദ സെയിം മീഡിയം. അപ്പോൾ കോറിലേക്ക് തന്നെ അവിടുന്ന് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് എഗെയിൻ ആ ഫൈബറിൻ്റെ കോറിൻ്റെ ലോവർ ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെയും ഔട്ടറിൽ ക്ലാഡിംഗ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അവിടെയും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും, തിരിച്ച് റിഫ്ലക്ട്സ് ബാക്ക് ടു ദ കോർ ഇറ്റ് സെൽഫ്. അങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് പോവും. ഓക്കെ, ഈവൻ ഇഫ് ദ ഫൈബർ ഈസ് ബെൻഡ്. ഓക്കെ, ഈ ഫൈബർ ബെൻഡ് ആണെങ്കിൽ പോലും ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫൈബറിൻ്റെ മറ്റേ എൻഡിൽ ലൈറ്റ് എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ടാണ്. അപ്പോൾ ഓരോ ബൗണ്ടറിയിലും ഇങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് മറ്റേ എൻഡിൽ നമുക്ക് ലൈറ്റ് സിഗ്നൽ കിട്ടും. ഓക്കെ, ഞാനത് സിമ്പിൾ സ്ട്രക്ചർ വരച്ചാണ്. ഇതിൻ്റെ പുറത്തൊരു ഷീത്ത് വരാം. ഷീത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫൈബറിനെ, ഒപ്റ്റിക്കൽ ഫൈബറിനെ കോറുണ്ട് ക്ലാഡിങ്ങും ഉണ്ട്, അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഷീത്ത് യൂസ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആവാം. ഹീറ്റിൽ നിന്ന് ഉള്ള പ്രൊട്ടക്ഷൻ ആവാം, ഇല്ലെങ്കിൽ എന്താ പറയുക, മോയ്സ്ചർ അല്ലെങ്കിൽ കെമിക്കൽസ്. ബേസിക്കലി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തീരെ റിയാക്ട് ചെയ്യാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഫൈൻ.
Okay. Now, what are the advantages of optical communication? Okay, optical fiber communication advantage എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ information carrying capacity is very high. Okay, ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ്, ഹൈലി എഫിഷ്യൻ്റ് ആണ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ലോസ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ലോസ് ഇൻ ദിസ് കേസ് ഈസ് വെരി ലോ. സോ ബേസിക്കലി നമ്മൾ ലോസ് ഉണ്ടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ പറയും റിപ്പീറ്റേഴ്സ്. ഓക്കെ, അതിപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ശരി, നമ്മൾ കേട്ടിട്ടുണ്ടാവും റിലേ സ്റ്റേഷൻസ്. ഇപ്പോൾ ആകാശവാണിയാണെന്നുണ്ടെങ്കിൽ സോ ഡൽഹി ഉണ്ടാവാം, തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് റിലേ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റിലേ സ്റ്റേഷൻസിൻ്റെ ഇത് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ യൂസേഴ്സിനും ഈ സിഗ്നൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ വരുന്ന സിഗ്നൽ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ പിടിച്ചെടുത്തിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലോസൊക്കെ കുറച്ചിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏത് കേസിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കേബിൾ ടി വി നെറ്റ്വർക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ബൂസ്റ്റേഴ്സ് കാണാം, ആംപ്ലിഫയേഴ്സ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ എണ്ണം വളരെ കുറച്ച് മതി, കാരണം ലോസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ടെലിഫോണിക് സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തൊരു ഒരു ഇലക്ട്രിക്കൽ ലൈന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫിയറൻസ് കയറി വരാം ഈ സിഗ്നലിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലൈറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്. ആ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പവർ ജനറേഷൻ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, കാരണം ഹൈ വോൾട്ടേജ് ഒരുപാട് ഇൻ്റർഫറൻസ് കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പോസിബിൾ ആയിരിക്കില്ല. സോ ആ സ്ഥലങ്ങളിലൊക്കെ യു ക്യാൻ യൂസ് ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എൻവിറോൺമെൻറ്റ്സ് വേർ എക്സ്പ്ലോസീവ് ഫ്യൂംസ് ആർ പ്രസൻറ്റ്. ഓക്കെ, മൈനിങ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് ഈവൻ മൊബൈൽ ഫോൺ പോലും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എവിടുന്നെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സ്പാർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ സ്പാർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പാർക്ക് മതി അവിടെ തീപിടുത്തം ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക്കലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. So these are the advantages of optical fiber communication. Okay. Now, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ദാറ്റ് ഇസ് കാൾഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞു. അതായത് ഒരു കൊയാക്ഷിയൽ സ്ട്രക്ചർ. അപ്പോൾ ഉള്ളിൽ ഒരു സിലിണ്ടർ ഉണ്ടാവും, അതിൻ്റെ പുറത്ത് ഒരു സിലിണ്ടറിക്കൽ വേറെ ഒരു കവർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ വിളിക്കും കോർ, അതിൻ്റെ പുറത്തുള്ളതിനെ നമ്മൾ വിളിക്കും ക്ലാഡിങ്. അതിൻ്റെയും പുറത്ത് വേറൊരു കൊയാക്ഷിയൽ ഇത് കൊടുക്കുന്നുണ്ട്, ദാറ്റ് ഇസ് കാൾഡ് ഷീത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ സോ ദിസ് ഇസ് ദ കൊയാക്ഷിയൽ സ്ട്രക്ചറാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറമേ നിന്ന് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു.
സോ അപ്പോൾ അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കാം. ഓക്കെ, സോ അവിടെ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഐ, സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ആർ. ഓക്കെ, സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായത് കാരണം ദാറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ആ റേ കോറിലൂടെ ട്രാവൽ ചെയ്തിട്ട് കോർ ക്ലാഡിംഗ് ബൗണ്ടറിയിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഞാൻ ഫൈ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇഫ് ആ ഫൈ എന്ന് പറയുന്നത് ഇഫ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഈ ഫൈ എന്ന് പറയുന്നത് if it is less than critical angle, if it is less than critical angle, light ഏതിലേക്ക് പോകും? സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകും, ക്ലാഡിങ്ങിലേക്ക് പോകും. സോ ദാറ്റ് മീൻസ് വി ലോസ്റ്റ് അവർ സിഗ്നൽ. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവൻ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഏറ്റവും പുറമെന്ന് വരുന്ന റേയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് നമ്മൾ കൂട്ടി വരികയെന്ന് വിചാരിക്കുക. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടുതലായിട്ട് വരും. ഇവിടെ ഈ എന്ന് പറയുന്ന ആംഗിളും കൂടി വരും. ആംഗിൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന ആംഗിൾ കുറഞ്ഞു വരും. ഓക്കെ, ഇവിടെ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈ കുറഞ്ഞു വരും. ഓക്കെ, ഫൈ കുറഞ്ഞിട്ട് തീറ്റ സിയുടെ താഴെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. സോ ഇൻ എഫക്റ്റ് ഐ നമുക്കൊരു പർട്ടിക്കുലർ ആംഗിൾ വരെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഏറ്റവും പുറത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. ലൈറ്റ് വന്നിട്ട് ക്ലാഡിങ്ങിലേക്ക് പോവും. വി വിൽ ലൂസ് അവർ സിഗ്നൽ. അപ്പോൾ ഈ ഐ എത്ര വരെ ആവാം? ഈ പുറമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാക്സിമം ഏത് വരെ ആവാം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുന്നത് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അതിനു മുന്നേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് N2 N1. കോറിൻ്റെ കോറിൻ്റെ N1, ക്ലാഡിങ്ങിൻ്റെ N2. ഓക്കെ, N2 എന്ന് പറയുന്നത് N1-നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇനി ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ ടോട്ടൽ ഓപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റത്തിലേക്ക് എത്തുന്നത് പുറമേ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പുറമെ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതിന് ഞാൻ N0 എന്ന് വിളിച്ചു. ഈ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്തുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഞാൻ N0 എന്ന് വിളിച്ചു. യൂഷ്വലി അത് എയർ ആയിരിക്കും, ബേസിക്കലി ഇതിൻ്റെ പുറത്ത് എയർ ആയിരിക്കും. അപ്പോൾ N0 എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ N0 എന്ന് മാത്രം എഴുതുന്നു. ഓക്കെ, സോ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് ഈസ് കാൾഡ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഈ ആംഗിൾ എത്രയാണെന്ന് എനിക്ക്, മാക്സിമം വാല്യൂ ഓഫ് ഐ എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ കീപ്പിംഗ് ഇൻ ദിസ് മൈൻഡ് നമ്മൾ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഫസ്റ്റ് ബൗണ്ടറി, അതായത് ക്രോസ് സെക്ഷനിൽ ലൈറ്റ് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? വി ക്യാൻ അപ്ലൈ സ്നെൽസ് ലോ. ദാറ്റ് ഈസ് sin I by sin R equal to N1 by N0, സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് sin I by sin R. നമുക്കറിയാവുന്നതാണ്. ഓക്കെ, സോ N1 എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N0 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഇനി ഈ ഫിഗറിൽ just see the triangle ABC. ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതിന്ന് വാട്ട് ഈസ് ആറും ഫൈയും തമ്മിലുള്ള റിലേഷൻ R equal to 90 minus 5 ആയിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? sin R equal to sin 90 minus 5 എന്ന് എഴുതാൻ പറ്റും. ആ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഓക്കെ, sin 90 minus 5 എന്ന് പറയുന്നത് cos 5. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ടോപ്പ് ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. sin I by sin R ന് പകരം sin I by cos 5.
ഈക്വൽ ടു n1 ബൈ n0. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഈ റിലേഷനിൽ ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ഐ. അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഐ മാക്സിമം ആവുമ്പോൾ ഫൈ വന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ 5C ആയിരിക്കും. ഓക്കെ, ഐ മാക്സിമം ആവുമ്പോൾ ഫൈ വന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഇക്വേഷൻ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. സോ n1 ബൈ n0 ഈക്വൽ ടു സൈൻ ഐ മാക്സ് ബൈ കോസ് ഫൈ. അപ്പോൾ ഐ മാക്സ് ആവുമ്പോൾ മാക്സിമം ആവുമ്പോൾ ഫൈ വന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ 5C ആയിരിക്കും. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലുള്ള ആ ഒരു റിഫ്ലക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് അറ്റ് പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കണ്ടീഷൻ എനിക്കറിയാം. സൈൻ 5C ഈക്വൽ ടു n2 ബൈ n1. ആ ബൗണ്ടറിയിലുള്ള സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. എന്താ പറയുക, ടോട്ടൽ ഇൻ്റർവൽ റിഫ്ലക്ഷൻ പഠിച്ചപ്പോഴുള്ള റിലേഷനാണ്. സോ സൈൻ 5C ഈക്വൽ ടു n2 ബൈ n1. അപ്പോൾ അതൊന്ന് ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് കോസ് 5C. കോസ് 5C കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. സോ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ 5C. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ 5Cക്ക് വരാം n2 ബൈ n1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. സോ ദാറ്റ് ഈസ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ n1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൽ ഡിനോമിനേറ്ററിനെ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും n1 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ n1. അപ്പോൾ നമുക്ക് കോസ് 5Cയുടെ എക്സ്പ്രഷൻ കിട്ടി. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ n1 ബൈ n0 ഈക്വൽ ടു സൈൻ ഐ മാക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ n1 ഉണ്ട്. അപ്പോൾ അത് ബൈ എന്ന് പറയുന്നത് ഇൻറ്റു ന്യൂമറേറ്ററിൽ പോകും, ഇൻറ്റു n1 വരും. ഓക്കെ, അപ്പോൾ അതിൽ LHSൽ RHSൽ n1 കോമൺ ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം. സോ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സൈൻ ഐ മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ n0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് n0ന് റിമൂവ് ചെയ്യാം. കാരണം ബേസിക്കലി യൂഷ്വൽ കേസിൽ അത് എയർ ആയിരിക്കും. പുറമുള്ള മീഡിയം എന്ന് പറയുന്ന എയർ ആയിരിക്കും. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ ഐ മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ ഐ മാക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഈ കോറിലേക്ക് ലൈറ്റ് കൊടുക്കുമ്പോൾ ദാറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ലെസ് ദാൻ ദിസ് വാല്യൂ. ഇതിൻ്റെയും താഴെ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് എന്താ പറയുക, ഈ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഐമാക്സ് എന്നുള്ള ആ ലൈന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോണ് കിട്ടും. ആ കോണിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് മാത്രമാണ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കോണിനെ വിളിക്കും നമ്മൾ അക്സെപ്റ്റൻസ് കോൺ എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് അക്സെപ്റ്റൻസ് മാത്രം മെൻഷൻ ചെയ്താലും മതി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ലെസ് ദാൻ ദിസ് വാല്യൂ ഐമാക്സ്. So that is the acceptance angle. Okay, now go to the next slide. Now we will see what is numerical aperture. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ബേസിക്കലി ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ദ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു സൈൻ ഐമാക്സ്, അക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ, അതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഐമാക്സിന്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഞാൻ n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയറിനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇതിനെ തന്നെ ഞാൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതി n1 പ്ലസ് n2 ബൈ 2 ഇൻറ്റു n1 മൈനസ് n2 ബൈ n1. അപ്പോൾ ഞാൻ ബേസിക്കലി താഴെ ഒരു 2n1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻറ്റു 2n1, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലത്തെ എക്സ്പ്രഷൻ തന്നെയായി. ഈ ഒരു ഫോമിൽ എഴുതി. ഓക്കെ, ഇനി ഈ ഒരു ഫോം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു കേസ് നോക്കുക, n1 പ്ലസ് n2 ബൈ 2. ബേസിക്കലി നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസൈൻ ചെയ്യുമ്പോൾ n1 എന്ന് പറയുന്നത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. n1 കുറച്ച് കൂടുതലായിരിക്കും, n2 കുറച്ച് കുറവായിരിക്കും. സോ ബേസിക്കലി n1 പ്ലസ് n2 ബൈ 2 എന്ന് പറയുന്ന ആവറേജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് ആൾമോസ്റ്റ് നമുക്ക് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് n1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ഒരു ടേം എടുത്ത് നോക്കുക, n1 മൈനസ് n2 ബൈ n1. അതായത് ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും. ബേസിക്കലി രണ്ടും അടുത്തടുത്തതായത് കാരണം ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും, ഡിവൈഡഡ് ബൈ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് തന്നെ പറയാം n1. രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ആവറേജ് വാല്യൂ എന്ന് തന്നെ പറയാം. ഓക്കെ, ഈ ഒരു സാധനത്തിന് ഞാൻ ഡെൽറ്റ എന്ന് വിളിച്ചു. ഈ n1 പ്ലസ് n2 ബൈ 2നെ ഞാൻ n1 എന്ന് വിളിച്ചു, കാരണം രണ്ടും ആൾമോസ്റ്റ് സിമിലർ ആണ്. സോ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതേ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 2n1, അല്ലെങ്കിൽ 2n1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഓർ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ എക്സ്പ്രഷനിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് വരുന്നുണ്ട്. സോ n1 സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ n1, then 2 ഡെൽറ്റയുടെ റൂട്ട് അങ്ങനെ തന്നെ ഇട്ടു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂമറിക്കൽ അപ്പർച്ചർ, where n1 is the refractive index of the core and delta is the എന്താ പറയുക fractional change in the refractive index of core and cladding. ഓക്കെ, എൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഡെൽറ്റ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, നൗ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ്. Now we will see what is graded index fiber. Okay, graded index fiber എന്ന് പറയുന്നത് സപ്പോസ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു കൊയാക്ഷിയൽ സ്ട്രക്ചർ, ഒരു കോറ്, അതിൻ്റെ പുറത്ത് ഒരു സിലിണ്ടർ, അതിൻ്റെ പുറത്ത് വേറൊരു സിലിണ്ടർ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പം ഞാനങ്ങനെ ഒരുപാട് കൊയാക്ഷിയൽ ഒന്നിൻ്റെ പുറത്ത് എന്നുള്ള മാതിരി ഞാൻ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ പുറത്തുള്ളത് അതിനേക്കാൾ കുറച്ച് കുറവ്, അതിൻ്റെയും പുറത്തുള്ളത് കുറച്ചും കൂടിയും കുറവ്, അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തു. ഓക്കെ, ഒരുപാട് സിലിണ്ടേഴ്സ് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഏറ്റവും ഉള്ളിലുള്ള മെറ്റീരിയലിൽ ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബൗണ്ടറിയിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നാലും ചെറുതായിട്ട് അത് ലൈറ്റ് ബെൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് രണ്ടാമത്തെ ബൗണ്ടറിയിൽ പോയിട്ട് ഇടിക്കും. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക, പക്ഷെ എന്നാലും കുറച്ച് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തായാലും അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും എന്നുള്ളൊരു കണ്ടീഷനിലെത്തും.
സോ ബേസിക്കലി ഇങ്ങനത്തെ ഫൈബറുകളിൽ നമ്മുടെ അക്സെപ്റ്റൻസ് ആംഗിൾ നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് ആംഗിളിൽ നമ്മൾ കൊടുത്താലും അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഒരുപാട് സിലിണ്ട്രിക്കൽ കവറിങ്സ് ഒന്നിനു മേലെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് പകരം ഒരു കണ്ടിന്യൂസ്ലി വേരിയിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു സ്മൂത്ത് ആയിട്ട് വേരി ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്ന മെത്തേഡിലും എനിക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു മാത്രം. നൗ ഡിസ്പേർഷൻ. അപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞ ഒരുപാട് ലോസുകൾ ഉണ്ടാവും, ഡിസ്പേർഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തായാലും നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ലൈറ്റ് പൾസസ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലൂടെ ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പൾസിൻ്റെ വിഡ്ത്തൊക്കെ മാറാം, ടൈമുകൾ മാറാം, ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ആയിരിക്കില്ല മറ്റേ എൻഡിൽ കിട്ടുന്നത്, അതിൻ്റെ സിഗ്നലിൽ വിഡ്ത്തൊക്കെ മാറാം. അപ്പോൾ ആ ഒരു പ്രശ്നം അത് വല്ലാണ്ട് മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ലൂസ് അവർ സിഗ്നൽ. ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പോൾ അത് മാറാതെ ഏതൊക്കെ തരത്തിൽ ഡിസ്പേർഷൻ നടക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ പലതരം ഒപ്റ്റിക്കൽ ഫൈബറുകളുണ്ട്. ഒന്നിന് പറയും മൾട്ടി മോഡ് ഫൈബർ. അതായത് ഡിഫറെൻറ്റ് മോഡിൽ നമുക്ക് ലൈറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. വേറെ സിംഗിൾ മോഡ് ഫൈബേഴ്സും ഉണ്ട്. ഒറ്റ മോഡിൽ മാത്രം ലൈറ്റ് സെൻഡ് ചെയ്യുന്ന ഫൈബേഴ്സും ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത്രയും മാത്രം മനസ്സിലാക്കുക, പലതരത്തിലുള്ള മോഡുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ മൾട്ടി മോഡ് ഫൈബറിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് മോഡ്സ് വിൽ ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. പല മോഡുകൾ പല വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഓരോ മോഡിൽ ഈ ടൈം ഡിഫറൻസ് കാരണം there will be a dispersion in the pulse. Okay, that is known as intermodal dispersion. അപ്പോൾ പല മോഡുകൾ ഉണ്ടാവും, ഓരോ മോഡിനും ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആയത് കാരണം ഡിഫറെൻറ്റ് ടൈംസ് ആയിരിക്കും. അപ്പോൾ ഈ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ടൈം മാറിക്കൊണ്ടിരിക്കും പല മോഡിനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പേർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർമോഡൽ ഡിസ്പേർഷൻ. പല മോഡുകളുണ്ട്, പല മോഡിന് പല വെലോസിറ്റി, സോ ടൈം ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഡിസ്റ്റൻസ് മാറും, മീൻസ് ടൈം മാറും. ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും പല മോഡിന് പല ടൈം ആയിരിക്കും. സോ ദാറ്റ് ഡിസ്പേർഷൻ ഈസ് നോൺ ആസ് ഇന്റർമോഡൽ ഡിസ്പേർഷൻ. ഓക്കെ, ഇനി എനിവേ നമ്മളിപ്പോൾ പലതരത്തിലുള്ള മെറ്റീരിയലാണ് ഈ ഫൈബറിൽ യൂസ് ചെയ്യുക. ചിലത് ഗ്ലാസി മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്, ചിലത് വേറെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഫൈബർ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽസ് നമുക്കറിയാം, ഓരോ മെറ്റീരിയലിലും ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ പ്രിസം എടുത്താലും ശരി, ഏതാണെങ്കിലും നമുക്കറിയാം ഡിഫറെൻറ്റ് വെലോസിറ്റി വിൽ ഹാവ് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ആ കോർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് അത്. ഓക്കെ, അപ്പോൾ അത് കാരണം ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള ലൈറ്റ്സ് ഡിഫറെൻറ്റ് ടൈമാണ് എടുക്കുക അതിലൂടെ പാസ് ചെയ്ത് വരാൻ. ഓക്കെ, ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിന് ഡിഫറെൻറ്റ് ടൈം എടുക്കും. ആ ഒരു ഡിസ്പേർഷനെ നമ്മൾ മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്ന് പറയും. ബിക്കോസ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. ഓക്കെ, പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക ലേസർ ലൈറ്റുകളൊക്കെയാണ് യൂസ് ചെയ്യുക ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ലേസർ ലൈറ്റ് എന്ന് പറയുന്നത് സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും ആൾമോസ്റ്റ്, എന്നാലും അതിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, കുറച്ചൊരു ലൈൻ വിഡ്ത്ത് ഒക്കെ ഉണ്ടായിരിക്കും, കുറച്ച് വേവ് ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഡിസ്പേർഷൻ അവിടെയും കയറി വരാം.
So that is called material dispersion. ഇനി വേറൊരു തരത്തിലുള്ള ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഈവൻ ഇൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ്. സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡ് ഡിഫറെൻറ്റ് വെലോസിറ്റി, അത് ഞാൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, അതാണ് ഇന്റർ മോഡൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒറ്റ മോഡേ ഉള്ളൂ വെച്ചാൽ അവിടെ ഒരു വെലോസിറ്റിക്ക് വ്യത്യാസമില്ല. ഓക്കെ, സോ ഇന്റർ മോഡൽ ഡിസ്പേർഷൻ ഈസ് ആബ്സെൻറ്റ്. പക്ഷെ എന്നിരുന്നാലും ഈ വേവ് ഗൈഡിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ജോമെട്രി അനുസരിച്ച് ഒരു ഡിസ്പേർഷൻ ഉണ്ടാവാം. ദാറ്റ് ഈസ് നോൺ ആസ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ഡിസ്പേർഷൻ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ we will see about fiber optic sensors. ഓക്കെ, നമുക്കറിയാം സെൻസേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ക്യാൻ ബി യൂസ്ഡ് ആസ് സെൻസേഴ്സ്. രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. അതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെൻസേഴ്സ് ആൻഡ് ഇൻട്രിൻസിക് സെൻസേഴ്സ്. ഓക്കെ, അപ്പോൾ പേര് പറയുന്ന പോലെ എക്സ്ട്രിൻസിക് സെൻസർ എന്ന് പറയുന്നത് ദിസ് ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ഓൺലി to send light to the sensor as well as take away light from the sensor. ആ സെൻസറിലേക്ക് ലൈറ്റ് കൊടുക്കാനും സെൻസറിൽ നിന്ന് ലൈറ്റ് തിരിച്ചെടുക്കുക ഡിറ്റക്ടറിലേക്ക് എടുക്കാനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എക്സ്ട്രിൻസിക് സെൻസർ. ഓക്കെ, സോ സെൻസ് ചെയ്യുന്ന പാർട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബറിന് റോളില്ല. ദർ ഇസ് നോ റോൾ ഇൻ ദ സെൻസിങ് പാർട്ട്. ഓക്കെ, ആ സെൻസറിലേക്ക് ലൈറ്റ് എത്തിക്കാനും സെൻസറിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് ലൈറ്റ് എത്തിക്കാനും മാത്രമാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എക്സ്ട്രിൻസിക് സെൻസർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ബേസിക്കലി വലിയ വലിയ ടാങ്കുകളിലെ ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിസം ഉണ്ട്. താഴെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണാം. സോ ദർ ഇസ് എ പ്രിസം. അപ്പോൾ ആ പ്രിസം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ആ ടാങ്കിൽ വാട്ടറിൻ്റെ ലെവൽ, വാട്ടറോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ, പെട്രോൾ ആവാം അല്ലെങ്കിൽ കെമിക്കൽസ് ആവാം, അതിൻ്റെ ലെവല് ഈ സെൻസറിനും താഴെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ മേലെ എന്തായിരിക്കും? മേലെ എയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഈ പ്രിസത്തിലേക്ക് കടത്തിവിടും. അപ്പോൾ ലൈറ്റ് പുറമെന്താണ്? ഈ പ്രിസത്തിൻ്റെ പുറത്ത് വന്നിട്ട് എയർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ അവിടെ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അത് ഈ സർഫസിലിരിക്കും. അവിടെ നിന്നും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. തിരിച്ച് ലൈറ്റ് ഡിറ്റക്ടറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഡിറ്റക്ടറിൽ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായി ഈ സെൻസറിൻ്റെ ലെവല് വരെ നമ്മുടെ ലിക്വിഡ് എത്തിയിട്ടില്ല. ലിക്വിഡ് കുറേ താഴെയാണ്, ലെവല് താഴെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ലിക്വിഡ് ഫില്ലായി വന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് അത് സെൻസറിനെ മൂടി, പകുതി മുക്കാലും മൂടി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇവിടെ നിന്നുള്ള ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ വഴി പ്രിസത്തിലേക്ക് എത്തുന്നു. പ്രിസത്തിൻ്റെ സർഫസിൽ, താഴത്തെ സർഫസിൽ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ N2/N1 അതിൻ്റെ കണ്ടീഷൻ വരണം. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിന് മേലെ ആയിരിക്കണം. പക്ഷേ ഇപ്പം ഞാൻ പുറമുള്ള മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറി. നേരത്തെ എയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലിക്വിഡ് ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. ലൈറ്റ് വിൽ ട്രാവൽ ടു ദ ലിക്വിഡ്. ലൈറ്റ് ലിക്വിഡിലേക്കാണ് പോവുക. തിരിച്ച് ഈ പ്രിസത്തിൻ്റെ മറ്റേ സർഫസിൽ ഇടിക്കില്ല. നിങ്ങൾക്ക് തിരിച്ച് ഡിറ്റക്ടറിൽ ലൈറ്റ് ഒന്നും കിട്ടില്ല. ലൈറ്റ് വിൽ ബി ആബ്സെൻറ്റ്. അപ്പോൾ എന്ത് മനസ്സിലായി? ലെവല് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ്സ് എ ലെവൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിസമാണ്. സോ ഇവിടെ നമ്മുടെ സെൻസിങ് മീഡിയം എന്ന് പറയുന്നത് ബേസിക്കലി ഒപ്റ്റിക്കൽ ഫൈബർ അല്ല, അത് ഒരു എക്സ്റ്റേണൽ സാധനമാണ്. സോ ദിസ് ഈസ് യൂസ്ഡ് ആസ് എക്സ്ട്രിൻസിക് സെൻസർ. ഇനി
ഇൻട്രിൻസിക് സെൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വേറെ എക്സാമ്പിൾ, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ. If you want to measure a temperature, okay, so if you design an optical fiber such that, design with a material such that temperature അനുസരിച്ച് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ യു ക്യാൻ മെഷർ. So by measuring the change in refractive index of the optical fiber. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ആ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ് സെൻസറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ സച്ച് സെൻസേഴ്സ് ആർ നോൺ ആസ് ഇൻട്രിൻസിക് സെൻസർ. അപ്പോൾ അങ്ങനത്തെ സെൻസറിന് നമ്മൾ ഇൻട്രിൻസിക് സെൻസർ എന്ന് പറയും. സോ ബേസിക്കലി ദീസ് ആർ ദ ടു ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക്. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.